ഹലോ എവരി വൺ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡ്യൂക്ക് 390 ആസ് എ ഫാമിലി മാൻ എന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, ഡ്യൂക്ക് 390 ഒരു റൈഡർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. ഒരിക്കലും അത് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത വണ്ടിയല്ല. അപ്പോൾ ഇതിൽ ആക്ച്വലി പില്ലിയൻ കംഫോർട്ട് മോശമല്ല, ഡീസൻ്റാണ്. എൻ്റെ ഫാമിലി സംബന്ധിച്ചിടത്തോളം വൈഫ് ഹെവി വെയ്റ്റ് അല്ല, സോ അവൾക്ക് ഇതിൽ പില്ലിയൻ കംഫർട്ട് ഓക്കെയാണ്. നമ്മൾ 200 കിലോമീറ്റേഴ്സൊക്കെ ഈ ബൈക്കിൽ ഒരു സ്ട്രെച്ച് പോയിട്ടുണ്ട്. സോ ഷീ വാസ് ഫൈൻ. പക്ഷേ പൊതുവേ ഉള്ള അഭിപ്രായം ഈവൻ പില്ലിയൻസിനും ഇതത്ര കംഫർട്ടബിൾ അല്ല. ഈവൻ ദോ വൈഫും ഞാനും കംഫർട്ടബിൾ ആണെങ്കിൽ പോലും 2 വയസ്സായ എൻ്റെ മോളെ കൂടെ ഇതിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിലെ റൈഡിങ് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഭയങ്കര ക്രാംഡായിട്ടുള്ളൊരു ഫീലാണ്. നമ്മുടെ ട്രാഫിക്കിലെ ക്രൗഡും ഒക്കെ നോക്കുമ്പോഴത്തേക്കും എപ്പോഴും കാറിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ ബൈക്ക് പ്രിഫർ ചെയ്യും, കൊച്ചു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ. പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കാറിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ അവൾ ചെറിയ കുട്ടിയാണ്. നമുക്ക് ഒരു 3-4 ഇയേഴ്സ് ബൈക്കിൽ നമുക്ക് 3 പേർക്കും ട്രാവൽ ചെയ്യുന്നത് കുറച്ച് കൺവീനിയൻ്റ് ആയിരിക്കും. ആ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് മേ ബി നമ്മുടെ ഡ്യൂക്ക് 390യുടെ പവറും എന്നാൽ 3 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ളൊരു വണ്ടി അതിനൊരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. നമുക്ക് 3 പേർക്കും ട്രാവൽ ചെയ്യാനായിട്ട് 2 സൊല്യൂഷനാണ് ഞാൻ കണ്ടെത്തിയത്. ഒന്നെങ്കിൽ ഡ്യൂക്ക് 390 കയ്യിൽ വെച്ചിട്ട് അഡീഷണൽ ഒരു കമ്മ്യൂട്ടർ ബൈക്ക് മേടിക്കുക, ഒരു 1.5 ലാഖിനകത്തുള്ള. അല്ലെങ്കിൽ ഡ്യൂക്ക് 390 റീപ്ലേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് സെയിം പവർ അല്ലെങ്കിൽ മോർ ദാൻ ഡ്യൂക്ക് 390യുടെ പവർ ഉള്ളൊരു ബൈക്ക് യൂസ് ചെയ്യുക. പക്ഷേ 3 പേർക്കും കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ള സ്പേസും സസ്പെൻഷൻ എല്ലാം ഓക്കെ ആയിരിക്കണം. എൻ്റെ മുന്നിൽ അഡീഷണൽ ഒരു ബൈക്ക് ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്കും പാഷൻ പ്രോ, പിന്നെ നമ്മുടെ ഹോണ്ട CB 350, അത് ഹൈനസ് 350, അങ്ങനത്തെ ബൈക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലും കുഴപ്പമില്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും 2 വയസ്സായ നമുക്കൊരു കുട്ടിയെ നമ്മളെ കൊണ്ടുപോകുമ്പോഴത്തേക്കും കുറച്ച് ലഗേജസ് എപ്പോഴും മാൻഡേറ്ററി ആയിട്ട് കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. അതായത് ഡൈപ്പേഴ്സ്, കുഞ്ഞിനുള്ള ഫുഡ്, അഡീഷണൽ ക്ലോത്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നമ്മുടെ കയ്യിൽ വെക്കേണ്ടി വരും. അഡീഷണൽ ഒരു ബാഗ് ആരെങ്കിലും തൂക്കേണ്ടി വരും. ബാഗ് തൂക്കുന്ന ആൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 20 കിലോമീറ്റേഴ്സിനകത്തുള്ള കമ്മ്യൂട്ട്സ് ആണെങ്കിൽ ഓക്കെ. മോർ ദാൻ 20 കിലോമീറ്റേഴ്സ് ആർക്കും ലഗേജ് തൂക്കിയിരിക്കുമ്പോഴത്തേക്കും ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഇതിന് പുറമേ എൻ്റെ മനസ്സിൽ വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമുക്ക് 3 പേർക്കും നമ്മൾ അത്യാവശ്യം വീക്കെൻഡ്സിൽ ചെറിയ ട്രിപ്പൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ എല്ലാ ട്രിപ്പും നമ്മൾ 3 പേര് ഉള്ളപ്പോഴത്തേക്കും കാറിലാണ് ട്രാവൽ ചെയ്യാറ്. പക്ഷേ ബൈക്കിൽ പോകുന്ന വേറെ എക്സ്പീരിയൻസ് ആണ്. കുറച്ചുകൂടെ ഫ്രീക്വൻ്റായിട്ട് നമുക്ക് ഇറങ്ങി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. പാർക്കിങ് ഈസിയാണ്, ട്രാഫിക് മനൂവർ ചെയ്യാൻ ഈസിയാണ് എല്ലാവർക്കും. അങ്ങനെയുള്ളൊരു സെറ്റപ്പ് നോക്കുമ്പോഴത്തേക്കും ഒരു അഡ്വഞ്ചർ ബൈക്കാണ് ആക്ച്വലി ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ. എയ്തർ ഡ്യൂക്ക് 390 റീപ്ലേസ് ചെയ്തിട്ട് ഇത്രയും പവറുള്ളൊരു അഡ്വഞ്ചർ ബൈക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനൊക്കെ മോർ ദാൻ ഡ്യൂക്ക് 390 അത്രയ്ക്കും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വണ്ടി യൂസ് ചെയ്യുക. സോ ഐ ഡിസൈഡഡ് ടു ബൈ ആൻ അഡ്വഞ്ചർ ബൈക്ക്. ഈ ബൈക്ക് ഞാൻ മേടിച്ചത് 2023 ഒക്ടോബറിലാണ്. സോ ഓൾമോസ്റ്റ് 2.5 ഇയേഴ്സ് ആയിട്ടുണ്ട് വണ്ടിയുടെ ഏജ്. ബട്ട് ഇപ്പോൾ വണ്ടി വാങ്ങിയതിനെക്കാട്ടിലും വളരെ റിഫൈൻഡാണ്, സ്മൂത്താണ്. യു ക്യാൻ സീ. ഈ ബൈക്കിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ പതിയെ വേറൊരു അഡ്വഞ്ചർ ബൈക്ക് അഡീഷണൽ മേടിക്കും. അല്ല, ഇതിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് കിട്ടുകയാണെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്ത് അഡ്വഞ്ചർ മേടിക്കും. അതാണ് പ്ലാൻ. നമ്മൾ പോയിട്ട് KTM 390 അഡ്വഞ്ചർ X ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു.
വളരെ കംഫർട്ടബിളായിട്ടുള്ള ബൈക്കാണ്. ഒരു കപ്പലിലിരുന്ന് പോകുന്നൊരു ഫീലുണ്ടായി. ഫ്രണ്ടിലാണെങ്കിലും എൻ്റെയും വൈഫിൻ്റെ ഇടയ്ക്കാണെങ്കിലും മോളെ ഇരുത്താനായിട്ട് നല്ല സ്പേഷ്യസ് ആണ് ബൈക്ക്. സോ എൻ്റെ മനസ്സ് കൂടുതലും KTMനോടാണ് താല്പര്യം തോന്നുന്നത്. സോ സിൻസ് 2018 ടിൽ നൗ ഇപ്പോഴും KTMൽ തന്നെ ആയിരിക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. KTM ബൈക്ക് തന്നെ എടുക്കുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ബൈക്ക് എനിക്ക് കൊടുക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. ബട്ട് സിറ്റുവേഷൻസ് യുനോ. ഞാൻ നോക്കിയ ബാക്കി എല്ലാ അഡ്വഞ്ചർ ബൈക്കും നല്ല ബൈക്കുകൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ മെയിൻ പർപ്പസ് നമുക്ക് 3 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അഡ്വഞ്ചർ ബൈക്കാണ്. ഞാൻ നോക്കിയ മറ്റ് അഡ്വഞ്ചർ ബൈക്കുകളെ പറ്റി പറയാം. ഞാൻ നോക്കിയത് എക്സ്പൾസ് 210 നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നം അത് വളരെ നല്ല ബൈക്കാണ് അഡ്വഞ്ചറിന്, അതേപോലെ ഓഫ് റോഡിനും. പക്ഷേ നമ്മുടെ മെയിൻ പർപ്പസ് 3 പേർക്ക് കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. എക്സ്പൾസ് അതിന് പറ്റും തോന്നുന്നില്ല. അതിൻ്റെ സീറ്റിന് ലെങ്ത് കുറവാണ്, അതുപോലെ സീറ്റ് കുറച്ച് സ്റ്റിഫാണ്. പിന്നുള്ളത് ജാവയുടെ അഡ്വഞ്ചർ ബൈക്ക്. ജാവയുടെ അഡ്വഞ്ചർ ബൈക്ക് എനിക്ക് അതിൻ്റെ ഡിസൈൻ വലിയ താല്പര്യം തോന്നിയില്ല. ഓൾസോ ഞാൻ എൻ്റെ ഈ ഡ്യൂക്ക് 390 സെല്ല് ചെയ്യാനിടുന്ന സമയത്ത് ഒരുപാട് ജാവയുടെ അഡ്വഞ്ചർ ബൈക്ക് സെയിൽസിന് കിടപ്പുണ്ടായിരുന്നു. സോ ഐ തിങ്ക് സംതിങ് റോങ് വിത്ത് ദിസ് ബൈക്ക്. അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി. As you can see, this is കാട്ടാക്കട. നമുക്ക് കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള തന്നെ. പയ്യന്മാര് CC കൂടിയ വണ്ടികളും എടുത്ത് നീ എവിടെയുള്ളടാ? പിന്നെ ഞാൻ നമ്മുടെ ഹോണ്ടയുടെ 200X നോക്കിയിട്ടുണ്ടായിരുന്നു. 200X ഓർ CB 200. അതിൻ്റെ അഡ്വഞ്ചർ മോഡൽ. അതിലും ആക്ച്വലി സ്പേസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല അത്ര പവർഫുള്ളല്ല ബൈക്ക്. പിന്നുള്ളത് സുസുക്കി വീസ്റ്റം. ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓടിച്ചായിരുന്നു, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ബട്ട് സ്റ്റിൽ അതിൻ്റെയും പ്രശ്നം 3 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് അതിലില്ല. അവിടുത്തെ എക്സിക്യൂട്ടീവ് ആക്ച്വലി നമ്മളോട് അതിൻ്റെ സീറ്റ് കുഷൻ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് അങ്ങനെ ഇരിക്കാം. അപ്പോൾ എനിക്കങ്ങനെ ചെയ്ത് ഒരു ഒട്ടുസൂത്രത്തിൽ വെക്കുന്നതിനോട് താല്പര്യം തോന്നിയില്ല. സോ ഐ അവോയ്ഡ് ദാറ്റ് വൺ ആസ് വെൽ. സോ എൻ്റെ മുന്നിലുള്ള ഇപ്പോൾ 2 ചോയ്സാണ്. എയ്തർ ഹിമാലയൻ 450 ഓർ ഡ്യൂക്ക് 390 അഡ്വഞ്ചർ X. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ മുന്നിലുള്ള വണ്ടി. അസൂണസ് ഈ ബൈക്ക് സെയിൽസ് നടക്കുമ്പോഴത്തേക്കും നമ്മളത് ബുക്ക് ചെയ്യും, അത് മേടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കയ്യിൽ വെച്ചിട്ട് പതിയെ വേറൊരു അഡ്വഞ്ചർ നമ്മുടെ ബഡ്ജറ്റൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും മേടിക്കും. അത് മിക്കവാറും വീണ്ടും 390X തന്നെ ആവാനാണ് സാധ്യത. സോ ഞാൻ വീണ്ടും ഒരു KTM ഭ്രാന്തനാണെന്ന് തെളിയിക്കപ്പെടും. ഇതൊരിക്കലും ഒരു ബ്രാൻഡിനോടുള്ള അഡിക്ഷൻ അല്ല. ഐ ഡോണ്ട് നോ, വേറൊരു വണ്ടി എനിക്ക് ഓടിക്കുമ്പോഴത്തേക്കും ഈ ഒരു അഗ്രഷനോ അതുപോലെ ഈ ഒരു ക്വാളിറ്റിയോ റൈറ്റ് ഫീലോ ഒന്നും കിട്ടുന്നില്ല. സിംഗിൾ സിലിണ്ടറിന് അത്യാവശ്യം വൈബ്രേഷൻസ് നല്ലതായിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഒരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഐ എൻജോയ് എവറി മൊമെൻറ്റ് വിത്ത് KTMs. അതാ ഒരു അഡ്വഞ്ചർ X. വാവ്, ജസ്റ്റ് വാവ്. പിന്നെ ഞാൻ നോക്കിയൊരു വണ്ടി TVS RTX 310 ആണ്. ആ വണ്ടി എനിക്ക് കാണാൻ പോലും കിട്ടുന്നില്ല. ആക്ച്വലി അത് ഷോറൂമിലെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. വരുന്ന വണ്ടികൾക്ക് അപ്പോൾ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ഡിസൈൻ എനിക്ക് അത്ര ഒരു നല്ലൊരു ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് പേഴ്സണൽ പ്രിഫറൻസ്. പക്ഷേ അതിൽ കംഫർട്ട് ഓക്കെ ആണെങ്കിൽ ആ വണ്ടി ഓടിക്കാൻ കിട്ടുകയാണെങ്കിൽ മേ ബി അത് ചൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ വണ്ടി ഇല്ല. So the one and only solution will be KTM 390 Adventure X.
അപ്പോൾ ബാക്കിയുള്ള വണ്ടികളുണ്ട്. 2 സിലിണ്ടർ നമ്മുടെ ട്രയംഫ്, അതുപോലെ 3 സിലിണ്ടർ ട്രയംഫ്, പിന്നെ ഡുക്കാറ്റി. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റില്ല. നോട്ട് അഫോർഡബിൾ. അതുമാത്രമല്ല, ഈവൻ ദോ നമ്മളത് എങ്ങനെയെങ്കിലും മേടിച്ചാൽ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ഇൻഷുറൻസ്, അങ്ങനെ പലതും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. സോ അങ്ങനത്തെ സെഗ്മെൻറ്റിലോട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. നമ്മൾ ജസ്റ്റ് സിംഗിൾ സിലിണ്ടർ, ലോ മെയിൻ്റനൻസ്, ഇനഫ് പവർ. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾ വ്യൂവേഴ്സിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ. എനിക്കറിയാം വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് നമ്മുടെ ചാനലിന്. സോ ഇഫ് എനിവൺ വിത്ത് സം നോളജ് ഇൻ adventure series or any other best commuters, please comment down below എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, കോണറുണ്ട്, പക്ഷേ അത്യാവശ്യം ചരലുമുണ്ട്. ഇറച്ചിയിൽ മണ്ണ് പറ്റും, വേണ്ട.